ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് പാസ്തയാണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം എളുപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്ന പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം हम बनाने जा रहे वाइट पास्ता दिखाएंगे कैसे है. 150 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. पास्ता 150 ग्राम है. 1 लीटर पानी रखा है, गर्म हो गया. 1 लीटर വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डाल दें. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 टीस्पून तेल डाल दें. 7 to 8 मिनट्स ബോയിൽ करना है. 7 തൊട്ട് 8 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത വെന്ത് കഴിഞ്ഞു. देखिए अच्छा से हो गया. पास्ता अच्छा से हो गया. 8 मिनट हो गया बंद करके. अभी ठंडा पानी में डालना है. നമുക്ക് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു അരിപ്പ പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കാം. ठंडा पानी से निकाल के छान के रखेंगे. पैन വെച്ചിട്ടുണ്ട്. एक पैन रखा है. 1 टेबल स्पून तेल डालना है. 1 टेबल स्पून എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. तेल अच्छे से गर्म हो गया. अभी लहसुन डाल रहे. 1 टेबल स्पून 1 टेबल स्पून लहसुन. 1 टेबल स्पून വെളുത്തുള്ളി നമുക്ക് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുവിധം നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞ് लहसुन थोड़ा फ्राई हो गया, अच्छे से स्मेल आ रहा है. अभी डालना है 1 प्याज. ഒരു സബോളയാണ്, നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ വഴറ്റിയെടുക്കാം. ഗോബി ഫ്രൈ करके നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് छोटा काट के रखा है वो डाल कर. इसमें कॉर्न डालने से भी अच्छा है. ഇതിനകത്ത് കോൺ ഇട്ടാലും നല്ലതാണ്. നോക്കിയാൽ ഒരു പിടി ഫ്രഷ് മട്ടറാണ്. ഫ്രഷ് മട്ടർ ഡാൽക്കുക. ഫ്രഷ് ഗ്രീൻ പീസ് है. ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 1 कैप्सिकम डालना. वो भी फ्राई करना है. വെജിറ്റബിൾ ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. വെജിറ്റബിൾ തോടാ ഫ്രൈ हो गया. ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. गोल मिर्ची का पाउडर डालकर ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. इसके लिए नमक भी डालना. अच्छे से मिक्स करके थोड़ा धनिया पत्ता डालते. ഇതിനകത്തോട്ട് ഇത്തിരി മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള इसके लिए वाइट सॉस बनाना है. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. एक पैन रखे, गरम हो गया पैन. अभी 2 टेबल स्पून बटर. 2 टेबल स्पून ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. 2 टेबल स्पून बटर डाल के थोड़ा मेल्ट होने के लिए वेट करना है. बटर मेल्ट आയി കഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. बटर मेल्ट होने के बाद लो फ्लेम में डालना है. 2 टेबल स्पून मैदा लिया है. 2 टेबल स्पून മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. लो फ्लेम में डाल के ये मैदा फ्राई करना है. वाइट कलर नहीं मिलेगा ज़्यादा फ्राई होने से. ആദ്യം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറ്റ് കളർ നമുക്ക് കിട്ടത്തില്ല. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം में डाल के धीरे से फ्राई करना है. मैदा നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്നാൽ കളർ ചേഞ്ചും ആയിട്ടില്ല. നോക്കിക്കേ, मैदा अच्छे से फ्राई हो गया लेकिन कलर चेंज नहीं हुआ. अच्छा खुशबू भी आ रहे. നല്ല ഫ്രൈ ആയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. നോക്കിയാൽ ബട്ടറിനകത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ടർ में अच्छे से बॉईल हो रहे. अभी थोड़ा थोड़ा दूध डाल रहे. കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. अभी हाफ कप डाल के अच्छे से मिला दीजिएगा. 1/2 കപ്പ് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. अच्छे से थिक हो गया. थोड़ा थोड़ा दूध डाल के अच्छे से मिला दीजिएगा. क्रीमी आइट എടുക്കണം. अच्छे से क्रीमी स्ट्रक्चर होना चाहिए. देखिएगा इसे थोड़ा थोड़ा दूध डाल के अच्छे से मिक्स कर दीजिएगा. നല്ലതായിട്ട് കുറച്ച് പാലെടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മൈദ മിക്സ് ചെയ്ത് കഴിഞ്ഞു. മൈദ अच्छे से मिक्स हो गया. अभी बाकी भी दूध डाल रहे. ബാക്കി പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 2 കപ്പ് നിറച്ചും പാലാണ് എടുത്ത് ഒഴിച്ചിരിക്കുന്നത്.
നമുക്ക് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. നല്ല അച്ചസെ ബോയിൽ होना चाहिए. നമ്മുടെ ക്രീം റെഡി ആയി കഴിഞ്ഞാൽ വൈറ്റ് സോസ് റെഡി ആവുക. വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ വെജിറ്റബിൾ നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെജിറ്റബിൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഫ്രൈ करके रखा था वो इसमें डालेंगे. വെജിറ്റബിൾ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് തള വരുമ്പോൾ പാസ്ത വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പാസ്ത ബോയിൽ करके रखा था वो भी डालेंगे. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് कर दीजिए. 1 ടീസ്പൂൺ चिल्ली फ्लेक्स ആണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ चिल्ली फ्लेक्स लिया है और इसका ऊपर में डाल दे. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമക് डाल दे. 1 ടീസ്പൂൺ ഗോൾ മിർച്ചിയുടെ പൗഡർ, 1 ടീസ്പൂൺ ഗോൾ മിർച്ചി കാ പൗഡർ, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒറിഗാനോ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഒറിഗാനോ भी डाल दे. നമുക്ക് അച്ചസെ മിക്സ് करना है. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത റെഡി ആയി കഴിഞ്ഞു. ഒന്ന് തിളച്ചാൽ മതി. പാസ്ത തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പാസ്ത ബോയിൽ करने के लिए शुरू किया है. अभी ഓഫ് करना है. സർവിംഗ് ഡിഷ് में डालना है. സർവിംഗ് ഡിഷിനകത്തോട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പാസ്ത റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നല്ല ക്രീമി ടെക്സ്ചറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग ट्राई करके देखिएगा. अच्छा क्रीमी टेक्सचर है. प्लीज़ लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.